ഹായ് ഹലോ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ അതായത് നമ്മുടെ അടുത്താണ് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം തിരുവല്ലാമല കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ അതാ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസം ആകുമ്പോൾ എല്ലാവരും നാലമ്പല ദർശനത്തിനൊക്കെ പോകുമല്ലോ. അപ്പോൾ ഈ അമ്പലം ഭയങ്കര ഫേമസ് ആണ്. ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുണ്ട് പ്രതിഷ്ഠ. അപ്പോൾ അതാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളി അമ്പലമാണ്. അപ്പോൾ അത് ആദ്യം തന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഒരു ആർച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ അതാ കുറേ സ്റ്റെപ്സാണ്. സ്റ്റെപ്സിൻ്റെ സൈഡിൽ നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കൗണ്ടർ ഉണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ കയറി കഴിഞ്ഞാൽ തന്നെ ഇതേ ശ്രീരാമജയം എന്നൊക്കെ എഴുതിയിട്ട് ഇതാ നമ്മുടെ അമ്പലം കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏതോ സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സുരേഷ് ഗോപിയുടെ സിനിമയിലൊക്കെ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആ സൈഡിലൊരു ആൽമരം ഉണ്ട്. അപ്പോൾ ഇത് അച്ഛനും മക്കളും കൂടി ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അത് ഇത്ര ഇങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഇത് തിരുവല്ലാമല സെൻറ്ററിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വേറൊരു റൂട്ട് വരണം. ജസ്റ്റ് കുറച്ച് അത്ര ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം വേറൊരു വഴി വരണം. തിരുവല്ലാമലയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊക്കെ കാടും അങ്ങനെയാണ്, മലയും കാടും കുന്നൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. പണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് ഇവിടുത്തെ കാട്ടിലും താമസിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിങ്ങനെ ഓരോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റും നമുക്ക് നടന്ന് കാണാനൊക്കെ ഉണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ഉള്ളൊരു അമ്പലമാണ്. അപ്പോൾ അത് അമ്പലത്തിനുള്ളിലൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അത് നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന അവിടെ ഒരു ആൽമരമുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ മലകളും കാട് പിടിച്ച പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ ഒരു വിഗ്രഹമൊക്കെ വരുന്ന വേറൊരു അമ്പലം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വടമാലയൊക്കെയാണ് പ്രസിദ്ധി അറിയിച്ച വഴിപാടൊക്കെ കാര്യസാധ്യത്തിനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ ആൽമരത്തിൻ്റെ അങ്ങോട്ട് വന്നതാണ്. ഇതിൻ്റെ ചുറ്റും കണ്ടു ഇങ്ങനെ കാട് പോലെയാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. വീഡിയോ എടുക്കുന്നതൊക്കെ റീൽസ് ഇടാനൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തിനാണെങ്കിലും നല്ലൊരു സീനറിയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഈ പാറയും ആൽമരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ചുറ്റും ആൽമരമൊക്കെ ആയിട്ടൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിട്ട് നമുക്കിങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിലൊക്കെ ഇരിക്കാം. പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രസിദ്ധി ആർജിച്ചാണ് പുനർജനി നൂഴൽ. അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് വ്രതമൊക്കെ എടുത്തിട്ട് പുനർജനി നൂഴലുണ്ട്. അത് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ ആ മലയെല്ലാം വരുന്നത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ വടമാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ വേറൊരു വഴിപാടാണ്, നമ്മൾ വിചാരിച്ച കാര്യം നടക്കാനൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കല്ലുകൾ അടുക്കി വയ്ക്കും. വീഴാതെ ഇങ്ങനെ നമ്മൾ ഓ ഹരിശ്രീ ഗണപതയെ നമ്മയൊക്കെ എഴുതിയിട്ട് കല്ലുകൾ ഇങ്ങനെ അടുക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഞാനും പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കും അറിയണമല്ലോ. അപ്പോൾ അവരങ്ങനെ ചെയ്തു. പിന്നെ ഇതാ നമ്മൾ ഹനുമാൻ സ്വാമീനെയും ഇവിടെ ഉള്ളിലെല്ലാം തൊഴൽ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റമ്പലം തന്നെയാണ്. അപ്പോൾ ഇതാ വരുവാണ്. പിന്നെ ഇവിടെ ഭയങ്കര ഇതുണ്ട്. നമ്മളിതാ ഈ സ്റ്റെപ്സ് എല്ലാം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്, കുണ്ടിലയ്യപ്പൻ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് നാഗരാജാക്കന്മാരുടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ നടന്ന് കാണാനും ഒരു അമ്പലത്തിൽ വന്നു എന്നുള്ള നല്ലൊരു പ്രതീതി കിട്ടുന്ന ഒരു അമ്പലമാണ് കേട്ടോ അത്. ചിലപ്പോൾ ഒക്കെ നമ്മൾ പോയി പെട്ടെന്ന് തൊഴിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ തോന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കാണാനും ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഒരു കുത്തനെയുള്ള സ്റ്റെപ്സാണ്. അയ്യപ്പൻ താഴെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുണ്ടിലയ്യപ്പൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിത് ആ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് ഈ അമ്പലത്തിൽ പോയി തൊഴുകയാണ് കേട്ടോ. അവിടെ അയ്യപ്പനാണ്. അപ്പോൾ ആ തൊഴിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് അവിടെ നമ്മുടെ നാഗത്തിൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് നല്ല ഒരു നാഗങ്ങളുടെ ഒരു അമ്പലമാണ് കേട്ടോ നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പോയി. അപ്പോൾ ഈ താഴെയാണ് ഈ രണ്ട് അമ്പലങ്ങൾ വരുന്നത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആൽമരങ്ങളും ഒക്കെയാണ് നിറയെ. അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ അതായത് പാറകളും കാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നടന്ന് കണ്ടു. പിന്നെ ഇതാ പിള്ളേർക്ക് ഇങ്ങനെ ജസ്റ്റ് നടക്കാനൊക്കെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അവരിതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ സ്റ്റെപ്സൊക്കെ കയറി മേലേക്കാണ് പോയത്. അപ്പോൾ അത് അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണിക്കാം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ്. നമ്മൾ കയറി വരുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇതിൻ്റെ ഓരോ സൈഡും സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് സൈഡ്, അതുപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റെപ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ് ഇനി.
താഴോട്ട് ഇറങ്ങണേക്ക് മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. അതാ ഇവിടെ ഒരു വലിയൊരു ഗുരുവായൂരപ്പൻ ആലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ പറയുന്നത് ഈ ആലിൽ നമ്മൾ ഗൗളി മീൻസ് പല്ലീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലോട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഉയർച്ചയുണ്ടാവും, താഴോട്ടാണെങ്കിൽ നമുക്ക് താഴ്ചയായിരിക്കുന്നത്. പക്ഷേ ഈ ആല് കറക്റ്റ് ഫേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെയാണെന്ന്. അപ്പം അങ്ങനെയാണ് വിശ്വാസം. പക്ഷെ ഒരിടയ്ക്ക് ഇതിൽ ഈ ആല് മറിഞ്ഞു വീണിട്ട് ഇപ്പോൾ അവരവിടെ പുതിയൊരു ആൽമരം എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഗൗളിയെ നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വിശ്വാസമാണ് കേട്ടോ. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നോക്കും, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല, അതുപോലെ ആരോടും പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ ആൽമരം വീണുപോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ഒരു ആൽമരം വരുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതെന്താണെങ്കിലും നമുക്ക് നല്ല മൈൻഡിനൊക്കെ നല്ല റിഫ്രഷ് ചെയ്യണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ വന്നാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് പോയത്. അപ്പോൾ താഴോട്ട് ഇനി ഒരു ആൽമരം ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു രസമാണ് അമ്പലം. എന്താണെങ്കിലും ഓരോ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് തിരുവല്ലാമല അമ്പലം. അപ്പോൾ ഇത് അങ്ങനെ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് താഴോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ ആൽമരത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ ഈ കല്ലൊന്നും അല്ലാട്ടോ ഉണ്ടായിരുന്നത്, മണ്ണും അതുപോലെ ഇങ്ങനെ ആലിൻ്റെ വേരുകളൊക്കെ ഇട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഒരു സ്ഥലം. പക്ഷെ അത് കൂടെ നടക്കാൻ നല്ലൊരു രസമാണല്ലേ. ഇപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാവരും നന്നാക്കി വൃത്തിക്ക് നടക്കാനൊക്കെ പറ്റും. പക്ഷെ അതും നല്ല രസമാണ്. പാറകളാണ്. അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ തന്നെ നമ്മൾ പാറയുടെ മേലെ കൂടെയൊക്കെയാണ് ഈ ചവിട്ടി പോകുന്നതൊക്കെ. ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്, 2-3 സ്ഥലത്ത് സ്റ്റെപ്സ് ഉണ്ട്. ആ ലാസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ഇങ്ങനെ കല്ലുകൾ അടുക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് വീഴാതെ നമുക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ നടക്കും എന്നുള്ളൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആൽമരത്തിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഇതിനെ സരസ്വതി കുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വിദ്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ചെയ്യുവാണെങ്കിൽ അതിനെല്ലാം നന്നായി നമ്മളെ സഹായിക്കും എന്നൊക്കെയാണ് കേട്ടോ വിശ്വാസങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഓം ഹരിശ്രീ ഗണപതയെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ സരസ്വതി ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അതൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനെപ്പോൾ വരികയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് വരുമ്പോൾ ഗൗളിയെ നോക്കലും പിന്നെ ഈ കല്ലടുക്കി വെക്കില്ല. അപ്പോൾ ഞാനും ഓം ഹരിശ്രീ ഗണപതയെ നമുക്ക് എഴുതിയിട്ട് കല്ലുകൾ ഇങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ആൽമരമാണ്, വലിയൊരു മരമാണ്, അതിൻ്റെ ചുറ്റുമാണ്. ഇതിൻ്റെ ചുറ്റും നിറയെ കല്ലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ കുറവാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ചെയ്യുന്നില്ലേ ആവും. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം, നമ്മളിതൊക്കെ എപ്പോഴും പോയാൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മക്കളും അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ. അവർക്കിതൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളിതൊക്കെ പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നല്ലൊരിത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്തിട്ട് തൊഴുതൊക്കെ പോകുന്നുണ്ട്. നമ്മൾ വീട് വയ്ക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചങ്ങ് നടന്നു പോയാൽ ഫുള്ള് പാറകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്പാടിക്കുട്ടൻ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഈ പാറപ്പുറത്തൊക്കെ പോയി ഫോട്ടോ എടുക്കലൊക്കെ കണ്ടു. അവൻ എപ്പോഴും വരും എന്നെ ആ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇതാ പാറയുടെ മേലേക്ക് പോകാൻ കണ്ടു. സ്റ്റെപ്സ് എന്ത് രസമല്ലേ കാണാം. ഇതൊക്കെ ആരുണ്ടാക്കി വെച്ചതോ, എന്താണെങ്കിലും സൂപ്പറാണ്. ഇതേതോ സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ, മോഹൻലാലിൻ്റെ തോന്നണു. അപ്പം ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഈ പാറപ്പുറത്ത് കൂടെ കയറി. അച്ഛൻ്റെ അപ്പുറത്താണ് റോഡുള്ളത്, അത് കൂടെ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്ന് നോക്കി, കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. ആ താഴെയാണ് റോഡ് കാണുന്നത് കേട്ടോ. അവിടെ ബസ്സൊക്കെ പോകുന്നുണ്ട്, അവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ട്, പുതിയതായിട്ട് ചെയ്തതാണ് അവരത്. പിന്നെ നമ്മളിവിടെ കാണിക്കുന്നത് കുറച്ച് ഇതാണ് കേട്ടോ, പുതിയ ആർച്ചൊക്കെ പണിതിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇവിടെ പൂജയൊക്കെ ചെയ്ത പോലെ കണ്ടോ, ഒരു ശംഖിൻ്റെ ഒരു അടയാളം, അതുപോലെ ഒരു ചക്രം, പിന്നെ ശ്രീരാമൻ്റെ കാൽപാദം പോലെയുള്ള 2 കാലടികൾ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ നോക്കാറുണ്ട്. ഒരു പൂജ പോലെയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെ അത്ര കാണുന്നില്ല. അപ്പോൾ ഇത് ശ്രീരാമനും ലക്ഷ്മണനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോയി കാണേണ്ട, തൊഴേണ്ട ഒരു അമ്പലം തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലാണ്, പാലക്കാട് ബോർഡറായിട്ട് വരും. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം, അതാണ് കേട്ടോ. അതാണ് നമ്മുടെ റോഡ്. അപ്പോൾ ഞങ്ങൾ ഈ പാറപ്പുറത്ത് കൂടെയൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ പുതുതായി പണിത ആർച്ച് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിക്കും. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. ഫ്രണ്ടിലൂടെ കയറി പോകുന്നതും ഫ്രണ്ടിലിരിക്കുന്നത് ശ്രീരാമനാണ്. അതിന് കൂടെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. അവിടെ നമുക്ക് ലക്ഷ്മണനും പിന്നെ ഗണപതിയും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ ആഞ്ജനേയ സ്വാമി, ഹനുമാൻ്റെ വേറൊരു അമ്പലം കാണുന്നത്. അങ്ങനെ കുറേ നടന്ന് കാണാനാണെങ്കിലും നിറയേണ്ട. അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ പറ്റും
പറ്റിയൊരു അമ്പലം തന്നെയാണ്. അപ്പോൾ കഴിയുന്നവരൊക്കെ വന്ന് കാണുക. അപ്പോൾ നമ്മളിത് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിട്ട് എന്നിട്ട് നമ്മളിത് പോവുകയാണ്. പോകുന്ന വഴിക്ക് വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ, പറക്കോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആ അമ്പലത്തിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അവിടുത്തെ പൂരമാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. വെടിക്കെട്ടൊക്കെ ഭയങ്കര ഗംഭീരമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ അമ്പലം. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അപ്പം ബൈ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇനിയും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. വീഡിയോ മുഴുവനായി കണ്ടു നോക്കണേ.